ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ ഈ തിരുവചനം കേൾക്കുവാനായിരിക്കുന്ന ഓരോരുത്തർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. കർത്താവ് നമ്മെ കരുതുവാൻ, നമ്മെ സംരക്ഷിക്കുവാൻ, കർത്താവ് നമ്മെ ഉയർത്തുവാൻ, വളർത്തുവാൻ, അനുഗ്രഹിക്കുവാൻ കർത്താവ് തൻ്റെ കരം നീട്ടിയിരിക്കുന്നു. വിശ്വാസത്തോടെ നമുക്കിരിക്കാം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. 16-ാം നൂറ്റാണ്ടിൽ നവോത്ഥാനത്തിന് വേണ്ടി ദൈവം തൻ്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച ശ്രേഷ്ഠനായ ഒരു ദൈവദാസനായിരുന്നു മാർട്ടിൻ ലൂതർ. നമുക്കറിയാം, അന്ന് അദ്ദേഹം യേശുക്രിസ്തു വിശ്വാസത്താൽ മനുഷ്യഹൃദയങ്ങളിൽ വ്യാപരിക്കണമെന്നും വിശ്വാസത്താലുള്ള നീതീകരണം അതാണ് യഥാർത്ഥ ദൈവിക നീതീകരണമെന്നും വിശ്വാസത്താലുള്ള രക്ഷ അത് ഓരോരുത്തരും പ്രാപിക്കണമെന്നുള്ളതായ ആ വലിയ ദൈവിക സത്യം, ആത്മീക സത്യം അത് വിളിച്ചു പറഞ്ഞത് മൂലം, സധൈര്യം പ്രഘോഷിച്ചത് മൂലം വലിയ എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ നിന്നും പോപ്പിൻ്റെ നേതൃത്വത്തിലൂടെ അദ്ദേഹം അനേകമനേകം ആക്രമണങ്ങളും അനേകമനേകം പ്രതിസന്ധികളും പീഡനങ്ങളും ഒറ്റപ്പെടുത്തലുകളും മാനസികമായും ശാരീരികമായും എല്ലാം അദ്ദേഹം നേരിടേണ്ടി വന്നു. ആദ്യ സമയത്തെല്ലാം ശക്തമായി നിന്ന മാർട്ടിൻ ലൂതർ നിരന്തരമായി വന്ന പീഡ മൂലം, നിരന്തരമായി വന്ന എതിർപ്പ് മൂലം അദ്ദേഹത്തെ സഭയും സഭാ നേതൃത്വവും വേട്ടയാടിയത് മൂലം അദ്ദേഹത്തിൻ്റെ മനസ്സു വാടി. അദ്ദേഹം അവശനായി, തളർന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു സിംഹം പോലെ, വളരെ ഗർജിക്കുന്ന സിംഹം പോലെ ഇരുന്ന അദ്ദേഹം തളർന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ കണ്ടു. ഈ മാർട്ടിൻ ലൂതർ അദ്ദേഹത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ദൈവിക വേല, ദൈവിക ശുശ്രൂഷ അതെങ്ങനെയും പുനരുജ്ജീവിപ്പിക്കണമെന്നുള്ളതായ ലക്ഷ്യത്തോടെ അദ്ദേഹത്തിൻ്റെ പ്രിയ ഭാര്യ അതിനുവേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവം ആ മാന്യ സഹോദരിയുടെ ഹൃദയത്തിൽ ഒരാശയം കൊടുത്തു. ഒരിക്കൽ മാർട്ടിൻ ലൂതർ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയ ഭാര്യ, ആരെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ടവർ, സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ മരിച്ചുപോയാൽ ധരിക്കുന്ന മുഴുവനായിട്ടും കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നത് കണ്ടു. കറുത്ത വസ്ത്രം, ആസകലം കറുത്ത വസ്ത്രം. ഏറ്റവും പ്രിയപ്പെട്ടവർ മരിക്കുമ്പോഴാണ് ആ വസ്ത്രം ധരിക്കാറ്. മാർട്ടിൻ ലൂതർ വളരെ ആകാംക്ഷയോട് ചോദിച്ചു, ആരാണ് മരിച്ചത്? അവൾ പറഞ്ഞു, അറിഞ്ഞില്ലേ. വീണ്ടും ഇരട്ടി ആകാംക്ഷയോടെ മാർട്ടിൻ ലൂതർ ചോദിച്ചു, ആരാണ് മരിച്ചത്? ആ ഭാര്യ പറഞ്ഞു, ദൈവം മരിച്ചുപോയി. ദൈവം മരിച്ചോ? നീ എന്താണ് ഈ പറയുന്നത്? നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? ആ ഭാര്യ പറഞ്ഞു, ദൈവം മരിച്ചുപോയി. ദൈവം മരിച്ചില്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെ തളർന്നു പോകുമായിരുന്നു. ദൈവം മരിച്ചുപോയി, അതുകൊണ്ടല്ലേ എൻ്റെ ഭർത്താവ് ഇങ്ങനെ ക്ഷീണിതനായി, അവശനായി, തളർന്ന് വീര്യം കെട്ടവനായി ഇരിക്കുന്നത്. ആ വാക്കുകൾ മാർട്ടിൻ ലൂതറിൻ്റെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ ചെന്ന് ആഞ്ഞടിച്ചു. അദ്ദേഹം ഇരട്ടി ശക്തിയോടെ ഗർജിക്കുന്ന സിംഹം പോലെ ആ ഭാര്യയോട് പറഞ്ഞു, ഇല്ല, എൻ്റെ ദൈവം മരിച്ചിട്ടില്ല, അവൻ മരിക്കുകയില്ല. ചാടി എഴുന്നേറ്റു. അദ്ദേഹം ഇരട്ടി ശക്തിയോടെ പുറപ്പെട്ടു എന്ന് ഞാൻ ഒരു ബുക്കിൽ വായിക്കാനിടയായി. കർത്താവിന് സ്തോത്രം. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു, ധാന്യം കരിഞ്ഞു പോയിരിക്കയാൽ പാണ്ഡികശാലകൾ ശൂന്യമായി, കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നു. വീണ്ടും ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? വിത്ത് വിതയ്ക്കേണ്ട ദൈവദാസന്മാർ തളർന്നുപോയാൽ, ക്ഷീണിച്ചു പോയാൽ, വാടിപ്പോയാൽ, പിന്മാറിപ്പോയാൽ വിത്ത് കളപ്പുരയിൽ തന്നെ കിടക്കും. വിതച്ച വിത്ത് കട്ടയുടെ കീഴിൽ കിടക്കും. കട്ട ഉടച്ച്, കട്ട നനച്ച് ആ വിത്ത് കിളിർക്കുവാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ദൈവത്തിൻ്റെ ദാസന്മാർ അതിൽ നിന്നും ശ്രദ്ധ മാറി പലതിലേക്കും പോയാൽ, അത് പണത്തിലേക്കാകട്ടെ, സഭ വളർത്തുന്ന വെപ്രാളത്തിലാകട്ടെ, ശുശ്രൂഷയിൽ ഓടി നടക്കുന്ന ആ ഉത്സാഹത്തിലാകട്ടെ, സ്വന്തം സഭ, എൻ്റെ ശുശ്രൂഷ,
എൻ്റെ ദൈവമക്കൾ, എൻ്റെ സഭ വളരണം, ഇങ്ങനെയുള്ള ഇടുങ്ങിയ ചിന്താഗതികൾ, മറ്റ് സഭയേക്കാൾ എൻ്റെ സഭ എങ്ങനെയെങ്കിലുമൊക്കെ വളർത്തിയെടുക്കണം, ഇങ്ങനെയുള്ളതായ ദൈവം ദുഃഖിക്കുന്ന കാര്യങ്ങൾ, മറ്റനേക ലക്ഷ്യങ്ങൾ, വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ ഇല്ലേ? വലിയ സഭയിലേ പോയി പ്രസംഗിക്കൂ, കൊച്ചു സഭക്കാർ വിളിച്ചാൽ പ്രസംഗിക്കാൻ പോവുകയില്ല. ഇങ്ങനെയുള്ളതായ ചില മാനുഷികമായ വശങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ വേലയാണ് മുടങ്ങുന്നത്. 126 സങ്കീർത്തനം 5 വാക്യവും 6 വാക്യവും വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുവരുന്നു. 2026 തുടങ്ങിയ സമയം, അതിനു മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എളിയവരായി ഞങ്ങൾക്ക് തന്ന ഒരു ദൂതാണ്, വിതയുടെ വർഷമാണിതെന്ന്. അത് ഏതെങ്കിലും ഒരു സഭയ്ക്കോ ഏതെങ്കിലും ഒരു കൂട്ടത്തിന് വേണ്ടിയിട്ടുള്ള മാത്രം ഒരു സന്ദേശമല്ല പ്രിയരെ. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോരുത്തരെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്, ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നാം ഓരോരുത്തരും കർത്താവിൻ്റെ വേലക്കാരാകണം, വിത്ത് വിതയ്ക്കുന്നവരാകണം. വിത്ത് സ്വർഗീയ കളപ്പുരയിൽ ധാരാളം വിത്തുകളുണ്ട്. എന്നാൽ ഇന്ന് വിത്ത് വിതയ്ക്കാൻ ആളുകൾ പോരാ. വിതയ്ക്കുന്നവർ പോലും ലക്ഷ്യം തെറ്റി വിതയ്ക്കുന്നു. വിതയ്ക്കുന്നവർ പോലും ദൈവത്തിൻ്റെ ഹിതമറിയാതെ വിതയ്ക്കുന്നു. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നു എന്ന് തിരുവചനമുണ്ട്. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം വിത്ത് വിതയ്ക്കുക, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം പ്ലാന്റ് ചെയ്യുക, അതാണ് ഫലവത്തായ ദൈവവേല. പ്രിയപ്പെട്ടവരെ, സഭയിൽ വരുന്ന ആളുകളുടെ എണ്ണം നോക്കുകയോ, സഭയിൽ വരുന്ന ആളുകൾ കൂടിയോ കുറഞ്ഞോ, എണ്ണമല്ല പ്രിയരെ, ക്വാണ്ടിറ്റി അല്ല പ്രധാനം, ക്വാളിറ്റിയാണ് പ്രധാനം. എത്ര പേർ രക്ഷിക്കപ്പെട്ടു, സഭയിൽ വരുന്ന എത്ര പേർ ശുദ്ധീകരണം പ്രാപിക്കുന്നു, സഭയിൽ വരുന്ന എത്ര പേരുടെ സ്വഭാവത്തിൽ രൂപാന്തരം വരുന്നു, അവരുടെ കുടുംബജീവിതം മാറുന്നു, കുടുംബത്തിൽ എത്ര ഭാര്യ ഭർത്താക്കന്മാർ ഐക്യമായി തീരുന്നു, മക്കളും മാതാപിതാക്കളും തമ്മിൽ സ്നേഹമായി തീരുന്നു, സഭയിൽ എല്ലാവരും ഒരുമിച്ചാണോ നിൽക്കുന്നത്, ഐക്യമാണോ, എന്താണ് ലക്ഷ്യം, എന്താണ് സഭയുടെ ലക്ഷ്യം, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറന്ന് നാം മുന്നോട്ട് പോയാൽ ദൈവവേല മുടങ്ങിപ്പോകും, ഫലവത്തായ ദൈവവേല മുടങ്ങിപ്പോകും. ആളുകൾ വന്നെന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആളുകളുടെ നമ്പറല്ല, ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻ്റ്. എത്ര പേർ രക്ഷിക്കപ്പെട്ടു, എത്ര പേർ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചു, എത്ര പേർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, എത്ര പേർ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു, എത്ര പേരുടെ കുടുംബം സ്വർഗമായി, എത്ര പേർ നിത്യജീവൻ്റെ ഓഹരിക്കാരായി, എത്ര പേർ ദൈവവേലയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചു നിസ്വാർത്ഥമായി. ഇതെല്ലാമാണ് വിലപ്പെട്ട കാര്യങ്ങൾ. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, കൃപയാൽ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഈ ദൈവിക പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ അടിയുറച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് കൃപയാൽ. അതുകൊണ്ട് മറ്റാരേക്കാളും ഭേദപ്പെട്ടാണെന്ന് നിങ്ങൾക്ക് അവകാശവാദം പറയാനില്ല. എല്ലാം കൃപയല്ലേ, എല്ലാം ദാനമല്ലേ. ഒരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടുന്നത് അത് നമ്മുടെ സ്വന്തം കഴിവല്ല, അതും കൃപയാണ്. എല്ലാം കൃപ. കൃപയാൽ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ സഭാഭേദമില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ വരുന്നവരോട് ഞങ്ങൾ സഭ ചോദിക്കാറില്ല. അവിടെ വരുന്നവർ മറ്റൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. യേശു എന്ന ആ നിർമ്മല പുരുഷനെ ഉയർത്തിക്കൊണ്ട് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസോടുകൂടി നിത്യതയെ ലക്ഷ്യമാക്കി ഒരു കൂട്ടം ജനത്തെ ഒരുക്കുക. ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അനേകം പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ബലഹീനരെ താങ്ങുക. അങ്ങനെയുള്ള ദൈവീക ആഹ്വാനമനുസരിച്ച് എളിയവരായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. റീച്ച് ദ അൺറീച്ച്ഡ്. ആരും സ്നേഹിക്കാനില്ലാത്തവരെ സ്നേഹിക്കുക, ആരും കരുതാനില്ലാത്തവരെ കരുതുക, ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കുക, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ദൈവവേലയ്ക്കായി കൊടുത്തുവോ? ഇല്ലെങ്കിൽ ആ സുദിനം ഇന്നാകട്ടെ. പ്രിയമാന്യ സഹോദര, പ്രിയ സഹോദരി, ഒരു കാലത്ത് ദൈവവേലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചു, പക്ഷേ തളർന്നിരിക്കുകയാണോ, വാടിയിരിക്കുകയാണോ? ഒരുപക്ഷെ ജീവിത പ്രശ്നങ്ങളാകാം, ചില പീഡനങ്ങളാകാം, ചില ഞെരുക്കങ്ങളാകാം, ചില ഒറ്റപ്പെടുത്തലുകളാകാം, ചില സാമ്പത്തിക ഞെരുക്കങ്ങളാകാം,
സഭയിൽ നിന്ന് വേണ്ടതുപോലെ സപ്പോർട്ട് കിട്ടിയില്ല, മറ്റാരും എന്നെ സഹായിച്ചില്ല, എൻ്റെ മക്കളുടെ പഠിത്തത്തിൽ ആരും കൈത്താങ്ങൽ കൊടുത്തില്ല. ഇങ്ങനെയുള്ള മാനുഷികമായ ചില കാര്യങ്ങളിൽ തട്ടിത്തടഞ്ഞ് കാലിടറി കഴിയുകയാണോ? മകനെ, ഈ ഭൂമിയിലുള്ള മനുഷ്യരിൽ ആശ്രയം വെക്കരുത്. മകനെ, നീ ദൈവവേലയ്ക്ക് ഇറങ്ങിയത് ഈ ഭൂമിയിലുള്ള മനുഷ്യർ നിന്നെ സഹായിക്കുമെന്ന ലക്ഷ്യത്തോടെ ആകരുത്. എങ്കിൽ നീ വീഴാനിടയാകും. ഞാൻ അത്യുന്നതൻ്റെ വേലക്കാരനാണ്, അവൻ എന്നെ സഹായിക്കും. സഹായം വരുന്ന ഒരു പർവ്വതമുണ്ട്, ഭൂമിയിലെ പർവ്വതമല്ല. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അനേകരുടെ ചില അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. ഇന്ന് ദൈവവേലയിൽ ഉത്സാഹമില്ലാതെ പലരും കഴിയുന്നു. വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ മുഖത്തൊന്നും കണ്ടുപറിച്ച് നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള വേദന ഇല്ലാതെ മരവിച്ച ജീവിതമായി കഴിയുന്ന അനേകം ദൈവവേലക്കാരുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഉണരാം. കാലം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലം മുന്നോട്ട് പോവുകയാണ്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. നമുക്ക് ഉണരാം, നമുക്ക് ചാടി എഴുന്നേൽക്കാം, നമുക്ക് ദൈവവേലയ്ക്ക് വേണ്ടി കൈത്താങ്ങൽ കൊടുക്കാം. ജനത്തിലെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ ചായ്ച്ചില്ല എന്ന് തിരുവചനത്തിലുണ്ട്. വേദനയോടുള്ള ദൈവത്തിൻ്റെ ഒരു പ്രസ്താവനയാണത്, ഒരു സത്യമാണത്. ജനത്തിലെ ശ്രേഷ്ഠന്മാർ ദൈവത്തിൻ്റെ വേലയ്ക്ക് ചുമൽ ചായ്ച്ചില്ല. എന്നാൽ പാവപ്പെട്ടവരായി നമുക്ക് ഇറങ്ങാം. വെറും 12 പേരെ കൊണ്ട്, അതിൽ പ്രധാനികളും മുഖ്യ തൊഴിലാളികളായിരുന്നു, നിരക്ഷര കുട്ടികളായിരുന്നു. ആ പാവപ്പെട്ട ഒരു കൂട്ടം ജനത്തിൽ നിന്നുകൊണ്ട് ഈ ഭൂലോകത്തെ കീഴ്മേൽ മറിച്ച യേശുക്രിസ്തു, മകനെ നീ സമർപ്പിച്ചാൽ, മകളെ ദൈവവേലയ്ക്ക് വേണ്ടി നിന്നെ തന്നെ നീ സമർപ്പിച്ചാൽ, തളർച്ചകളോട് യാത്ര പറഞ്ഞ് വാട്ടങ്ങളെ പിന്നിലെറിഞ്ഞുകൊണ്ട് പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടിയാൽ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. ഒരേ പരിശുദ്ധാത്മാവ് നമ്മെ ഗൈഡ് ചെയ്യും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനത്രേ. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ കർത്താവ് വേല നിർവഹിച്ചുകൊള്ളും. ആൾ ചുരുക്കമാണെന്ന് വിചാരിക്കേണ്ട. മകനെ, നീ ഒറ്റയ്ക്കാണോ? സാരമില്ല, നിന്നെ കൊണ്ട് വലിയ വേല ചെയ്യിക്കാൻ യേശുവിന് കഴിയും, ദൈവത്തിന് കഴിയും. സമർപ്പിക്കൂ. ഈ നല്ല സമയം ദൈവവേലയ്ക്ക്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം തരുന്ന ഈ നല്ല സമയം ദൈവവേലയ്ക്ക് സമർപ്പിക്കൂ. അതൊരുപക്ഷെ വചനശുശ്രൂഷയാകാം, ചിലപ്പോൾ വർഷിപ്പാകാം, ഒരുപക്ഷെ ജനങ്ങളെ കൂട്ടി വരുത്തുന്നതാകാം, ഒരു കോർഡിനേഷനാകാം, ഒരു മീഡിയയിലുള്ള മിനിസ്ട്രിയാകാം, ഒരു കസേര എടുത്തിടുന്നതാകാം, പാവപ്പെട്ട ദൈവമക്കൾ വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതാകാം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ അവർക്ക് വേണ്ടിയിട്ടുള്ളതായ എൻവയോൺമെൻറ്റ് ഒരുക്കുന്നതാകാം. എന്തുമാകട്ടെ, എല്ലാം ദൈവവേലയാണ്, എല്ലാം പ്രതിഫലമുള്ള വേലയാണ്. ഞാൻ ഇന്ന് ഈ സമയം ദൈവവേലയ്ക്കായി എൻ്റെ പ്രിയ ദൈവമക്കളെ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. മുഴുവൻ സമയം ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാം, പാർഷ്യലായി ജോലിയോടൊപ്പം കൊടുക്കാം, അതും തെറ്റല്ല. ഉള്ള സാഹചര്യം യേശുവിന് വേണ്ടി ഉപയോഗിക്കുക, അതാണ് പ്രധാനം. അതിനായി നമുക്ക് ദൈവവേലങ്ങളിലേക്ക് സമർപ്പിക്കാം. അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കുന്നവരുടെ മേൽ യേശുവിൻ്റെ കരം വരട്ടെ. യേശുവിൻ്റെ ആണിപ്പഴുതുള്ളവരെ തൊടട്ടെ. അവരുടെ മനസ്സിൽ ഉത്സാഹം കൊടുക്കട്ടെ. അവരുടെ ചില രോഗബന്ധനങ്ങൾ അഴിക്കട്ടെ. അവരുടെ ചില ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ. അവരുടെ ചില തകർച്ചകൾ നീങ്ങിപ്പോകട്ടെ. അവരുടെ ഹൃദയം മുറിഞ്ഞത് കർത്താവ് മുറിവ് കെട്ടട്ടെ. അവരുടെ മുറിവുകൾ പൊറുക്കപ്പെടട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ അറിയിച്ചാൽ, താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ആവശ്യക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നിറയ്ക്കട്ടെ. തൻ്റെ കൃപയാൽ കർത്താവ് എല്ലാവരെയും നിറയ്ക്കട്ടെ. ദൈവനാമം